1-ാം തീയതിക്കല്ലേ അപ്പോൾ ഗുരുവായൂർ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുവിധം നേരമായിട്ടാ. പിന്നെ ഈ മുണ്ടനും കൊണ്ട് വേണമല്ലോ വീട്ടിൽ നിന്ന് അംഗം വെട്ടിയിട്ട് ഇറങ്ങാൻ. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും കുറച്ച് ഒരുവിധം തിരക്കൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ 1-ാം തീയതിക്കല്ലേ ഓണക്കല്ലേ വരുന്നത്. അപ്പോൾ ഓണത്തല് നേരത്തോടെ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് അവൻ ഉദ്ഘാടനം ഗുരുവായൂർ തന്നെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അമ്മ തൊഴാൻ പോയതിൻ്റെ ഗ്യാപ്പിൽ അവിടെ ഇരുന്ന് ഈ ആൾക്കാരൊക്കെ ഇരുന്ന് നോക്കുകയാണ് കേട്ടോ. ഭക്ഷണത്തിൻ്റെ തിരക്ക്, ഇനി ഭക്ഷണത്തിന് നിൽക്കണോ വേണ്ടയോ എന്നങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അമ്മ വന്നപ്പോൾ പിന്നെ ഒന്നുകൂടി ഒരു റൗണ്ട് അടിച്ച് തൊഴാൻ വേണ്ടിയിട്ട് നടന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഭയങ്കര പ്രാർത്ഥനയും കുമ്പിടലും ഒക്കെ. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ നടയിലൊക്കെ നിന്ന് തൊഴുത് ആൾക്കാർ വരുന്നതും പോണതൊക്കെ വന്ന് നോക്കുമായിരുന്നു കേട്ടോ. കുറേ നാളെ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഉണ്ണീനും കൊണ്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ ഗംഭീര മഴയായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ പിന്നെ അവൻ്റെ വക ഷോയാണ് കുറച്ച് നേരം. അത് കഴിഞ്ഞ് ഞങ്ങൾ ശരി എന്നാൽ ഭക്ഷണം കഴിക്കാൻ വരി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 മഞ്ചും അതേപോലെ ഒരു ജ്യൂസും കയറ്റിയതിൻ്റെ ബലത്തിലാണ് കേട്ടോ അപ്പോൾ നിന്നിട്ടുള്ള കളി. അങ്ങനെ തുള്ളി കളിച്ചതിൻ്റെ റിസൾട്ടായിട്ട് ഇതേ അവൻ്റെ ബാറ്ററി ലോ ആയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ ചെന്ന് നിന്ന് അവനെ ഇരുത്തി ഉറക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബഹളവും ഇതൊക്കെ കേട്ടപ്പോൾ നല്ല മഴയും അതിൻ്റെ ശബ്ദം എല്ലാം കൂടി കേട്ടപ്പോൾ പിന്നെ അവിടെ നിന്ന് എണീറ്റു. അങ്ങനെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പിന്നെ ഒരു അവസരം കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഷോപ്പിങ്ങൊക്കെ നടത്തി. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വേറെ നല്ല ഉണ്ണിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കണ്ട് ഇതൊന്നും വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് ഇതൊക്കെ നടന്ന് ഇങ്ങനെ കാണാൻ ഭയങ്കര മനസ്സിന് സന്തോഷം നൽകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.